കർത്താവിന്റെ നാമത്തിന് സ്തുതി. ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും. ദയവായി ഷെയർ, സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ബൈബിൾ വാക്യങ്ങൾ: ശമൂവേൽ ഒന്നാം പുസ്തകം 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 ശമൂവേൽ 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. കിര്യാത്ത് യയാരീം നിവാസികൾ വന്ന് യഹോവയുടെ പെട്ടകം എടുത്ത് കുന്നിന്മേൽ അമീനാദാബിന്റെ വീട്ടിൽ കൊണ്ടുപോയി അവന്റെ മകനായ എലയാസാരിനെ യഹോവയുടെ പെട്ടകം സൂക്ഷിക്കേണ്ടതിന് ശുദ്ധീകരിച്ചു. പെട്ടകം കിര്യാത്ത് യയാരാമിലായിട്ട് ഏറിയ കാലം 20 സംവത്സരം തന്നെ കഴിഞ്ഞു. ഇസ്രായേൽ ഗ്രഹമൊക്കെയും യഹോവയോട് വിലപിച്ചു. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗ്രഹത്തോടും, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെങ്കിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യദൈവങ്ങളെയും അസ്തോരേത്ത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയെങ്കിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവീൻ. എന്നാൽ അവൻ നിങ്ങളെ ഫെലിസ്ത്യരുടെ കൈയിൽ നിന്ന് വിടുവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ മക്കൾ ബാൽ വിഗ്രഹങ്ങളെയും അസ്തോരേത്ത് പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞു യഹോവയെ മാത്രം സേവിച്ചു. അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനെയും മിസ്പയിൽ കൂട്ടുവീൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. അവർ മിസ്പയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ചു ആ ദിവസം ഉപവസിച്ചു. ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നുവെന്ന് അവിടെ വെച്ചു പറഞ്ഞു. പിന്നെ ശമൂവേൽ മിസ്പയിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു. ഇസ്രായേൽ മക്കൾ മിസ്പയിൽ ഒന്നിച്ചുകൂടിയെന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ഇസ്രായേലിന്റെ നേരെ പുറപ്പെട്ടു വന്നു. ഇസ്രായേൽ മക്കൾ അത് കേട്ടിട്ട് ഫെലിസ്ത്യരെ ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ ശമൂവേലിനോട്, നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളെ ഫെലിസ്ത്യരുടെ കൈയിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ പാൽ കുടിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് യഹോവയ്ക്ക് സർവാംഗ ഹോമം കഴിച്ചു. ശമൂവേൽ ഇസ്രായേലിനു വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഉത്തരമരുളി. ശമൂവേൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടയ്ക്കടുത്തു. എന്നാൽ യഹോവ അന്ന് ഫെലിസ്ത്യരുടെ മേൽ വലിയ ഇടിമുഴക്കി അവരെ പരിഭ്രമിച്ചു. അവർ ഇസ്രായേലിനോട് തോറ്റു. ഇസ്രായേലിയർ മിസ്പയിൽ നിന്ന് പുറപ്പെട്ട ഫെലിസ്ത്യരെ പിന്തുടർന്നു ബേത്കാരിന്റെ താഴെ വരെ അവരെ സംഹരിച്ചു. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ശേനിനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞു അതിനു എബെനേസർ എന്ന് പേരിട്ടു. ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് വന്നതുമില്ല. ശമൂവേലിന്റെ കാലത്തൊക്കെയും യഹോവയുടെ കൈ ഫെലിസ്ത്യർക്ക് വിരോധമായിരുന്നു. എക്രോൻ മുതൽ ഗത്ത് വരെ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പിടിച്ചിരുന്ന പട്ടണങ്ങൾ ഇസ്രായേലിന് തിരികെ കിട്ടി. അവയുടെ അതിർനാടുകളും ഇസ്രായേൽ ഫെലിസ്ത്യരുടെ കൈയിൽ നിന്ന് വിടുവിച്ചു. ഇസ്രായേലും അമോര്യരും തമ്മിൽ സമാധാനമായിരുന്നു. ശമൂവേൽ ജീവപര്യന്തം ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു. അവൻ ആണ്ടുതോറും ബേഥേലിലും ഗിൽഗാലിലും മിസ്പയിലും ചുറ്റി സഞ്ചരിച്ചു. അവിടങ്ങളിൽ വെച്ച് ഇസ്രായേലിന് ന്യായപാലനം ചെയ്തിട്ട് രാമയിലേക്ക് മടങ്ങിപ്പോരും. അവിടെയായിരുന്നു അവന്റെ വീട്. അവിടെ വെച്ചും അവൻ ഇസ്രായേലിന് ന്യായപാലനം നടത്തിവന്നു. യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠവും പണിതിരുന്നു. ശമൂവേൽ ഒന്നാം പുസ്തകം 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 ശമൂവേൽ 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ശമൂവേൽ വൃദ്ധനായപ്പോൾ തന്റെ പുത്രന്മാരെ ഇസ്രായേലിനു ന്യായാധിപന്മാരാക്കി. അവന്റെ ആദ്യജാതന് യോവേൽ എന്നും രണ്ടാമത്തവന് അബിയാവ് എന്നും പേർ. അവർ ബേർശേബയിൽ ന്യായപാലനം ചെയ്തു പോന്നു. അവന്റെ പുത്രന്മാർ അവന്റെ വഴിയിൽ നടക്കാതെ ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു വന്നു. ആകയാൽ ഇസ്രായേൽ മൂപ്പന്മാർ എല്ലാവരും ഒന്നിച്ചുകൂടി രാമയിൽ ശമൂവേലിന്റെ അടുക്കൽ വന്നു അവനോട്, നീ വൃദ്ധനായിരിക്കുന്നു, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല. ആകയാൽ സകല ജാതികൾക്കുമുള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് പറഞ്ഞു. ഞങ്ങളെ ഭരിക്കേണ്ടതിന് രാജാവിനെ തരണമെന്നു അവർ പറഞ്ഞ കാര്യം ശമൂവേലിന് അനിഷ്ടമായി. ശമൂവേൽ യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തതെന്നാൽ, ജനം നിന്നോട് പറഞ്ഞ സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്ക. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്. ഞാൻ അവരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്നുവരെ അവർ എന്നെ ഉപേക്ഷിച്ചും അന്യദൈവങ്ങളെ സേവിച്ചും കൊണ്ട് എന്നോട് ചെയ്തതുപോലെ നിന്നോടും ചെയ്യുന്നു. ആകയാൽ അവരുടെ അപേക്ഷ കേൾക്ക. എങ്കിലും അവരോട് ഘനമായി സാക്ഷീകരിച്ചു അവരെ വാഴുവാനിരിക്കുന്ന രാജാവിന്റെ ന്യായം അവരോട് അറിയിക്കണം.
അങ്ങനെ രാജാവിനായി അപേക്ഷിച്ച ജനത്തോട് ശമൂവേൽ യഹോവയുടെ വചനങ്ങളെയെല്ലാം അറിയിച്ചു പറഞ്ഞതെന്തെന്നാൽ, നിങ്ങളെ വാഴുവാനിരിക്കുന്ന രാജാവിന്റെ ന്യായം ഇതായിരിക്കും. അവൻ നിങ്ങളുടെ പുത്രന്മാരെ തനിക്ക് തേരാളികളും കുതിരച്ചേവകരുമാക്കും. അവന്റെ രഥങ്ങൾക്ക് മുമ്പേ അവർ ഓടേണ്ടിയും വരും. അവൻ അവരെ 1000-നും 50-നും അധിപന്മാരാക്കും. തന്റെ നിലം കൃഷി ചെയ്യുവാനും തന്റെ വിള കൊയ്വാനും തന്റെ പടക്കോപ്പും തേർക്കോപ്പും ഉണ്ടാക്കുവാനും അവരെ നിയമിക്കും. അവൻ നിങ്ങളുടെ പുത്രിമാരെ തൈലക്കാരത്തികളും വെപ്പുകാരത്തികളും അപ്പക്കാരത്തികളുമായിട്ട് എടുക്കും. അവൻ നിങ്ങളുടെ വിശേഷമായ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും എടുത്തു തന്റെ ഭൃത്യന്മാർക്ക് കൊടുക്കും. അവൻ നിങ്ങളുടെ വിളവുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ദശാംശം എടുത്ത് തന്റെ ഷണ്ഡന്മാർക്കും ഭൃത്യന്മാർക്കും കൊടുക്കും. അവൻ നിങ്ങളുടെ ദാസന്മാരെയും ദാസിമാരെയും നിങ്ങളുടെ കോമള യുവാക്കളെയും നിങ്ങളുടെ കഴുതകളെയും പിടിച്ച് തന്റെ വേലയ്ക്കാക്കും. അവൻ നിങ്ങളുടെ ആടുകളിൽ 10 എടുക്കും. നിങ്ങൾ അവന് ദാസന്മാരായിത്തീരും. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജാവിന്റെ നിമിത്തം നിങ്ങൾ അന്ന് നിലവിളിക്കും. എന്നാൽ യഹോവ അന്ന് ഉത്തരമരുളുകയില്ല. എന്നാൽ ശമൂവേലിന്റെ വാക്ക് കൈക്കൊള്ളുവാൻ ജനത്തിന് മനസ്സില്ലാതെ, അല്ല, ഞങ്ങൾക്കൊരു രാജാവ് വേണം, മറ്റ് സകല ജാതികളെയും പോലെ ഞങ്ങളും ആകേണ്ടതിന് ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും ഞങ്ങൾക്ക് നായകനായി പുറപ്പെടുകയും ഞങ്ങളുടെ യുദ്ധങ്ങളെ നടത്തുകയും വേണം എന്ന് അവർ പറഞ്ഞു. ശമൂവേൽ ജനത്തിന്റെ വാക്കെല്ലാം കേട്ട് യഹോവയോട് അറിയിച്ചു. യഹോവ ശമൂവേലിനോട് അവരുടെ വാക്ക് കേട്ട് അവർക്കൊരു രാജാവിനെ വാഴിച്ചു കൊടുക്കാമെന്ന് കൽപ്പിച്ചു. ശമൂവേൽ ഇസ്രായേല്യരോട്, നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ പട്ടണത്തിലേക്ക് പൊയ്ക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 2 പത്രോസ് 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ. വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2-നാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നുവെന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവീൻ. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചുവെന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീയ്ക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തിലേക്ക് കാത്തുമിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നുകളയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നതുപോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെപ്പോലെ വരും. അന്ന് ആകാശം കൊടിമുഴക്കത്തോടെ ഒഴിഞ്ഞുപോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കിയാൽ ആകാശം ചൂട്ടടിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധജനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. എന്നാൽ നാം അവന്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പീൻ. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെപ്പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പുകൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ടു
വീണുപോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. 124 സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ. 124 സങ്കീർത്തനം. ഇസ്രയേൽ പറയേണ്ടതെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു, നദി നമ്മുടെ പ്രാണനുമീരെ കവിയുമായിരുന്നു. പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണനുമീരെ കവിയുമായിരുന്നു. നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കായികയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേട്ടക്കാരുടെ കണിയിൽ നിന്ന് പക്ഷിയെന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു. കണി പൊട്ടി നാം വഴുതിപ്പോന്നിരിക്കുന്നു. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. സ്വർഗസിയോനദവിദുരതയിൽ വിശ്വാസ കണ്ണുകളാൽ കാണുന്നു ഞാൻ. സ്വർഗസിയോനദവിദുരതയിൽ വിശ്വാസ കണ്ണുകളാൽ കാണുന്നു ഞാൻ. ഓടുന്നു ഞാൻ പരമവിളിയുടെ ലാക്കിലേക്ക്. ഓടുന്നു ഞാൻ പരമവിളിയുടെ ലാക്കിലേക്ക്. കാൽവരി മലമുകളേറി തന്റെ കാൽകരം കുരിശതിൽ തറയ്ക്കപ്പെട്ടു. കാൽവരി മലമുകളേറി തന്റെ കാൽകരം കുരിശതിൽ തറയ്ക്കപ്പെട്ടു. ദേഹമാം തിരശീല ചീന്തിയതാൽ ജീവനിൻ പുതുവഴി തുറന്നെനിക്കായി. ദേഹമാം തിരശീല ചീന്തിയതാൽ ജീവനിൻ പുതുവഴി തുറന്നെനിക്കായി. ഓടുന്നു ഞാൻ പരമവിളിയുടെ ലാക്കിലേക്ക്. ഓടുന്നു ഞാൻ പരമവിളിയുടെ ലാക്കിലേക്ക്. ആത്മാവിൻ അഭിഷേകം നൽകിയവൻ, വിശുദ്ധരിൻ കൂട്ടായ്മയേകിയവൻ. ആത്മാവിൻ അഭിഷേകം നൽകിയവൻ, വിശുദ്ധരിൻ കൂട്ടായ്മയേകിയവൻ. തലയാകും തന്നോളം വളർന്നിടുവാൻ അനുദിനം തരുന്നു നൽവചനങ്ങളും. തലയാകും തന്നോളം വളർന്നിടുവാൻ അനുദിനം തരുന്നു നൽവചനങ്ങളും. ഓടുന്നു ഞാൻ പരമവിളിയുടെ ലാക്കിലേക്ക്. ഓടുന്നു ഞാൻ പരമവിളിയുടെ ലാക്കിലേക്ക്. കാന്തനുമായുള്ള വാസമോർത്താൽ ഇഹത്തിലെ വാസമിതേതുമില്ലേ. കാന്തനുമായുള്ള വാസമോർത്താൽ ഇഹത്തിലെ വാസമിതേതുമില്ലേ. വാട്ടം മാലിന്യങ്ങളെ ശിടത്തോരവകാശമെനിക്കായി താൻ ഒരുക്കിടുന്നു. വാട്ടം മാലിന്യങ്ങളെ ശിടത്തോരവകാശമെനിക്കായി താൻ ഒരുക്കിടുന്നു.
ഓടുന്നു ഞാൻ പരമവിളിയുടെ ലാക്കിലേക്ക്. ഓടുന്നു ഞാൻ പരമവിളിയുടെ ലാക്കിലേക്ക്. വരുവതിനിയും നാളധികമാമോ മൽപ്രിയനെ കൺകൾ കൊതിച്ചിടുന്നേ. വരുവതിനിയും നാളധികമാമോ മൽപ്രിയനെ കൺകൾ കൊതിച്ചിടുന്നേ. കാന്തയിന്നൊരുക്കങ്ങൾ തീർന്നില്ലയോ യുഗായുഗം പ്രിയനുമായി വസിച്ചിടുവാൻ. കാന്തയിന്നൊരുക്കങ്ങൾ തീർന്നില്ലയോ യുഗായുഗം പ്രിയനുമായി വസിച്ചിടുവാൻ. ഓടുന്നു ഞാൻ പരമവിളിയുടെ ലാക്കിലേക്ക്. ഓടുന്നു ഞാൻ പരമവിളിയുടെ ലാക്കിലേക്ക്. ഭാഗ്യത്തെ ധ്യാനിക്കുമ്പോൾ നാൾ തോറും ഭാരങ്ങളകന്നിടുന്നേ. ഈ മഹൽ ഭാഗ്യത്തെ ധ്യാനിക്കുമ്പോൾ നാൾ തോറും ഭാരങ്ങളകന്നിടുന്നേ. എൻ പ്രിയൻ തേജസ്സിൽ വെളിപ്പെടുന്ന നാളിതാ വേഗമിങ്ങടുത്തിടുന്നേ. എൻ പ്രിയൻ തേജസ്സിൽ വെളിപ്പെടുന്ന നാളിതാ വേഗമിങ്ങടുത്തിടുന്നേ. ഓടുന്നു ഞാൻ പരമവിളിയുടെ ലാക്കിലേക്ക്. ഓടുന്നു ഞാൻ പരമവിളിയുടെ ലാക്കിലേക്ക്.